മറുപടി പറയേണ്ടത്. അതോടൊപ്പം അള്ളാഹു നിശ്ചയിച്ച ഏത് സബബിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മുസ്ലിം ജിന്നുകളോട് ചോദിക്കുന്ന സഹായാർത്ഥന അത് വസീലത്ത് ശിർക്കായി മാറുന്നത്? ഇത് ചോദ്യം വളരെ വ്യക്തമാണ്. ഈ ചോദ്യത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് അദ്ദേഹം ആയത്തും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയും എന്ന് ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് പ്രതീക്ഷിക്കാം. കാരണം തർക്കമുണ്ടാകുമ്പോൾ ഇവിടെ കൊണ്ടുവരേണ്ടത് അതാണല്ലോ. തന്നെയുമല്ല, ഇത് ശിർക്കാവുകയില്ല, ഇത് വസീലത്ത് ശിർക്കാണ് എന്നതിന് ഉദാഹരണമായിട്ടാണ് പുഴയിൽ മുങ്ങിയാൻ കരയിലുള്ള ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാവൂല, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടവൻ ജിന്നുണ്ടാവുമെന്ന് വിചാരിച്ച് ചോദിച്ചാൽ ശിർക്കാവൂല, ചൂണ്ടയിടുന്ന സമയത്ത് വീഴാൻ പോകുമ്പോൾ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാവൂല, അതൊക്കെ വസീലത്ത് ശിർക്കേ ആവുകയുള്ളൂ എന്നുള്ള നിലക്കുള്ള വിശദീകരണങ്ങൾ ധാരാളം നൽകിയിരിക്കെ ഇങ്ങനെ ഇതൊരു വസീലത്ത് ശിർക്ക് ആവാൻ ഉള്ള പ്രമാണം എന്ത് എന്നതാണ് ചോദ്യം. അതോടൊപ്പം അള്ളാഹു നിശ്ചയിച്ച ഏത് സബബിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ജിന്നിനോടുള്ള സഹായാർത്ഥന വസീലത്ത് ശിർക്കാവുക? ഞാൻ ചോദ്യം ആവർത്തിക്കുന്നത് ഫൈസൽ മുസ്ലിയാർക്ക് മാത്രം വേണ്ടിയല്ല, ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് കൂടിയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. തീർച്ചയായും സന്തോഷമുണ്ട് നാസസുല്ലമിയുടെ അവതരണവും ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ചോദ്യവും. നേർക്ക് നേരെ വിഷയത്തിലേക്ക് തന്നെ കടക്കാവുന്ന ചോദ്യം തന്നെയാണ്, നാം പ്രതീക്ഷിച്ച രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം ചോദിച്ചത്. അൽഹംദുലില്ലാഹ്, നാം അദ്ദേഹത്തിന്റെ ആ ഒരു ചോദ്യം മുഖവിലേക്ക് എടുക്കുന്നു. ഏതായിരുന്നാലും എന്റെ വിഷയവദനം കഴിഞ്ഞപ്പോൾ തന്നെ നാസസുലമി പറഞ്ഞു, ഇനി സംവാദം വേണം എന്നില്ല, ഹക്ക് വെളിവായി കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അത് നമുക്ക് ആവശ്യമുള്ളൂ, നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. എന്റെ അവതരണം കഴിഞ്ഞപ്പോഴാണ് മുപ്പര് പറഞ്ഞത് ഹക്ക് വെളിവായി, ഇനി ആ ഹക്കാണ് സ്വീകരിച്ചാൽ മതിയല്ലോ, എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ, അത് സ്വീകരിക്കണമെന്ന് കൂടി കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതോടൊപ്പം ചില ആരോപണങ്ങൾ, അഥവാ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് കുപ്രചാരണങ്ങളും അതുപോലെ ഒളിച്ചോട്ടത്തിനുള്ള ശ്രമങ്ങളുമൊക്കെയുള്ള ആ നിലക്കുള്ള പ്രയോഗങ്ങൾ പല ആളുകളെയും ഭാഗത്തു നിന്ന് വന്നു എന്നാണ്. ശരിയാണ്, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പല നെറ്റിലും അതേപോലെ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ ഇത് സുന്നി മുജാഹിദ് സംവാദമാണ് എന്ന് വരെ എഴുതി പ്രചരിപ്പിച്ച ആളുകൾ ഉണ്ട്. അതൊക്കെ കണ്ടിട്ടായിരിക്കാം, അത് വായിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിന് തോന്നിയത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇടപെടാനും അല്ലാത്ത വഴിക്ക് ഇത് ഇല്ലാതാക്കാനും ഒക്കെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവോ, ആരെങ്കിലും ശ്രമിച്ചിരുന്നുവോ എന്നൊക്കെ സംഘാടകർക്കറിയാം. നമ്മൾ കൂടുതൽ ആ വഴിയിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും ഇവിടെ പറഞ്ഞ വിഷയം വളരെ കൃത്യമാണ്. ജിന്നാവട്ടെ, ഇനി മനുഷ്യനാവട്ടെ, മലക്കാവട്ടെ, ഏത് സൃഷ്ടിയാണെങ്കിലും ആ സൃഷ്ടിയോടുള്ള അഭൗതിക മാർഗത്തിനുള്ള സഹായാർത്ഥന, അദൃശ്യ മാർഗത്തിലുള്ള സഹായാർത്ഥന, അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്കുള്ള സഹായാർത്ഥന, അത് അവർക്കുള്ള പ്രാർത്ഥന തന്നെ, അത് ആരാധന തന്നെ, അത് ശിർക്ക് തന്നെ. അതിൽ സംശയമില്ല, ആർക്കും തർക്കമില്ല. പിന്നെയുള്ളത് അതൊന്നുമില്ലെങ്കിൽ അഭൗതികത കൽപ്പിക്കുന്നില്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് എന്ന് വിശ്വസിക്കുന്നില്ല, ആ വക ധാരണയൊന്നുമില്ല. പിന്നെ ജിന്ന് സബബിന് പുറത്താണ് എന്ന് ആക്കി തീർക്കാനാണ് ഇപ്പൊ നാസസുല്ലമി ഇവിടെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെന്താ മുമ്പ് പറഞ്ഞത്? ഞാന് മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികമാണ് എന്ന് സമ്മതിച്ചു, അത് കുറ്റസമ്മതാണ്. ആ സമ്മതിച്ച അഭൗതികത ഞാൻ സമ്മതിക്കില്ല എന്ന് ഇതിനു മുമ്പ് എവിടെയാ പറഞ്ഞത്? ഇതിനു മുമ്പ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഇപ്പൊ കുറ്റസമ്മതം എന്ന് പറയാം. ചത്തപോത്ത് എന്ന CD കേട്ടൊരുക്കറിയാനാ. നിങ്ങൾ വ്യവസ്ഥ തയ്യാറാക്കാൻ വന്നപ്പോഴും പറഞ്ഞു ചത്തപോത്ത് എന്ന CD കുറിച്ച്. അന്നും ഞാൻ പറഞ്ഞു നിങ്ങൾ ആ CD ഒന്ന് മനസ്സിരുത്തി കേൾക്കൂ. ആ CD-യിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആപേക്ഷികമായി അഭൗതികമെന്ന് പ്രയോഗിക്കാം. തെറ്റല്ല. പിന്നെ മൂപ്പർക്ക് ഞാൻ പോലും സമ്മതിച്ചു എന്നത് കിട്ടണം. അപ്പൊ അത് സമാധാനത്തിന് നല്ലതാ, തലക്കേടില്ല. ആ തന്ത്രങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. അപ്പൊ ഏതായിരുന്നാലും മനുഷ്യനെ അപേക്ഷിച്ച് അദൃശ്യമാണ്, ആ ഒരു അർത്ഥത്തിൽ അഭൗതികമാണ്, അതിൽ തർക്കമില്ല. അമാനുമോര് എഴുതിയിട്ടുണ്ട്,
ഇസ്ലാഹി മാസികയിൽ പലപ്പോഴായി വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ ഈ വിഷയമായി എന്റേതായി പുറത്തിറങ്ങിയ ഏതെല്ലാം സീഡികളുണ്ടോ ആ സീഡികളൊക്കെയും അത് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുറ്റസമ്മതമാണ് എന്ന് പറയുന്നത് ന്യായമല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. പിന്നെ മൂപ്പര് യാ ഇബാദല്ലാഹ് എന്ന നമ്മുടെ ഒരു പ്രവർത്തനം ഇറക്കിയ ഒരു ഫയല്, ആ ഫയൽ എടുത്തിട്ട് ചെറിയൊരു ദുർവ്യാഖ്യാനം വിഷയാവതത്തിൽ തന്നെ അദ്ദേഹം നടത്തി. എന്താ അതിലുള്ളത്? ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ എവിടെയും മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി അള്ളാഹു ജിന്നുകളെ ഏർപ്പാടാക്കിയതായി കാണാൻ സാധിക്കുന്നില്ല എന്ന. മൂപ്പയ്ക്ക് ഏർപ്പാട് എന്താ മനസ്സിലായിട്ടില്ല. ഏർപ്പാടാക്കിയത് കാരണമാക്കിയിട്ടില്ല എന്നല്ല, സബബല്ല എന്നല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് പുറത്താണ് എന്നല്ല, പിന്നെ മനുഷ്യനെ സഹായിക്കാൻ അള്ളാഹു ജിന്നുകളെ ഏർപ്പാടാക്കിയിട്ടില്ല. ഒരു മനുഷ്യൻ കുടുങ്ങിയത് കണ്ടാല് ആ മനുഷ്യനെ സഹായിക്കാൻ ഒരു ബാധ്യത ജിന്നിനില്ല. അല്ലാഹ് ജിന്നിനെ ഏൽപ്പിച്ചിട്ടില്ല. ആർക്കാ തർക്കമുള്ളത്? ആർക്കാ സംശയമുള്ളത്? മാത്രമല്ല ഇന്നലെ അയാൾ താഴെ വായിക്കാം. എന്താ താഴെയുള്ളത്? ജിന്നുകളും മനുഷ്യനും തമ്മിൽ കാര്യകാരണ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും കാര്യകാരണ ബന്ധമുള്ള എല്ലാം മതത്തിൽ അനുവദനീയമായി കൊള്ളണമെന്നില്ല. അപ്പൊ മൂപ്പര് തോന്നിയത് വൈരുദ്ധ്യാണ്. ഇത് വൈരുദ്ധ്യാണ്. ജിന്നുകളെ ഏർപ്പാടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ മൂപ്പര വക ശറഹ്. അപ്പൊ സബബിന് പുറത്താണ്. കുറച്ച് കാലമായി നിങ്ങൾ സബബം കൊണ്ട് നടക്കുന്നത്. ഒരു പുതിയ കണ്ടുപിടുത്തം, ഒരു പുതിയ അസുര്, ഒരു സബബ് എന്ന പേരും പറഞ്ഞിട്ട് രംഗത്തിറങ്ങിയിട്ട് അതും കൊണ്ട് നടക്കാൻ കുറച്ച് കാലമായി. യഥാർത്ഥത്തിൽ ആ സബബിന് ഉള്ളിൽ തന്നെയാണ് ജിന്നും മനുഷ്യനും ഏത് പടപ്പും. അതില്ലാന്ന് ഈ ഫയലിലും ഇല്ല, എന്റെ പ്രസംഗത്തിലും ഇല്ല, എവിടെയും പറഞ്ഞിട്ടില്ല, ഒരാളും പറയുകയുമില്ല. കാരണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായി ഇടപെടാൻ പടച്ച റബ്ബിന് മാത്രമേ കഴിയൂ എന്ന് ഈ സമ്മേളനത്തിൽ നടക്കിയ നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ട് എന്ന പുസ്തകത്തിൽ പോലും പരാമർശിച്ചതാണ്. അതിനപ്പുറമില്ല. അപ്പൊ പിന്നെ ആരിടപെട്ടാലും ജിന്ന് ഇടപെടുമെന്ന കാര്യത്തിൽ താങ്കൾക്കും എനിക്കും തർക്കമില്ലല്ലോ. ജിന്നും അതേപോലെ മലക്കുകളുമെല്ലാം മനുഷ്യ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ പല രൂപങ്ങളിലായി ഇടപെടുമെന്ന കാര്യത്തിൽ നമ്മൾ തമ്മിൽ തർക്കമില്ലല്ലോ. പക്ഷേ ആ പുസ്തകത്തിൽ നമ്മൾ പറഞ്ഞതോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായി ഇടപെടാൻ അള്ളാഹുവിനെ മാത്രമേ കഴിയൂ എന്ന. അപ്പൊ ഈ ഇടപെടലോ കാര്യകാരണ ബന്ധത്തിന് ഉള്ളിൽ തന്നെയാണ്, അതിന് പുറത്തല്ല. ഏതു ജീവി, ഏതു സൃഷ്ടി മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെ ഇടപെട്ടാലും ആ ഇടപെടൽ മുഴുവനും കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലാണ്, അതിന് പുറത്തല്ല. ഈ അങ്ങോട്ട് വിളിക്കാൻ സബബുണ്ടോ, ഇങ്ങോട്ട് വിളിക്കാൻ സബബുണ്ടോ, അങ്ങോട്ട് പോകാൻ സബബുണ്ടോ, അവിടുന്ന് ഇങ്ങോട്ട് വരാൻ സബബുണ്ടോ, ഈ ഓരോന്നും ഇങ്ങനെ പറഞ്ഞിട്ട് അതിന് സബബാക്കി, ഇതിന് സബബാക്കി, അതിന് സബബാക്കി എന്ന് പറയണമെന്നുണ്ടോ? അത് ഏതാസുര, എവിടുന്നാ കിട്ടിയത്? ആരാ ഇത് പഠിപ്പിച്ചത്? ഇത് അബ്ദുസ്സലാം സ്വലമി കൊണ്ടുവന്ന ഒരു പുത്തൻ വാദമാണ്. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മാത്രവുമല്ല, നിങ്ങൾ ഓതിയല്ലോ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്. ആ ആയത്ത് ഓതിയിട്ട് ഞാൻ വിചാരിച്ചു സഹാബി വേണം, താബിഈ വേണം, താബിഉ താബിഈ വേണം എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞപ്പോ ഈ ആയത്ത് ഓതിയിട്ട് ഇതാ ഈ ആയത്ത് അടിസ്ഥാനത്തിൽ ഇന്ന സഹാബി പറഞ്ഞിരിക്കുന്നു, ഇന്ന താബിഈ പറഞ്ഞിരിക്കുന്നു, ഇന്ന താബിഉ താബിഈ പറഞ്ഞിരിക്കുന്നു, ജിന്നിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ് എന്ന് മൂപ്പര് പറയുന്ന ഞാൻ വിചാരിച്ചത്. എന്റെ വിചാരം തെറ്റിപ്പോയി എന്ന് മാത്രവുമല്ല, ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാന്യനായ കുഞ്ഞി മുഹമ്മദ് പറപ്പൂരും ചെറിയ മുണ്ടവും കൂടെ എഴുതിയ പരിഭാഷ, ആ പരിഭാഷയിൽ തന്നെ പ്രത്യേകമായി രേഖപ്പെടുത്തി വെച്ചു. മനുഷ്യൻ വിവിധ വ്യക്തികളെയും ശക്തികളെയും ആരാധിച്ചു പോന്നിട്ടുള്ളത് ആരാധ്യനിൽ നിന്ന് അഭൗതികമായ രീതിയിൽ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. പ്രപഞ്ചനാഥനല്ലാത്ത ആരിൽ നിന്ന് അഭൗതികമായ സഹായം പ്രതീക്ഷിക്കുന്നതും അതിനായി പ്രാർത്ഥിക്കുന്നതും ഇസ്ലാം പഠിപ്പിക്കുന്ന ഏകദൈവത്വത്തിന് വിരുദ്ധമത്രേ. അപ്പോൾ അഭൗതികമായ സഹായം ആരിൽ നിന്ന് പ്രതീക്ഷിച്ചാലും അത് ശിർക്കാണ്, തൗഹീദിനെതിരാണ്, ഏകദൈവ വിശ്വാസത്തിനെതിരാണ്. പക്ഷെ വിചിന്തനം എഴുതിയോ ജിന്നിന്റെ സഹായം അഭൗതികമാണ്, ജിന്നുകളുടെ സഹായം അഭൗതികമാണ്. ഈ നാസർ സുല്ലമി അബ്ദുസ്സലാം സുല്ലമിയിൽ നിന്ന് പഠിച്ച് കാണാതെ പഠിച്ച ആശയം ഇപ്പോൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന ആശയം, ആ ആശയത്തിന് ഈ നാസർ സുല്ലമി എന്താ വിശദീകരിക്കുന്നത്? ജിന്നിന്റെ സഹായങ്ങള്, ജിന്നിന്റെ കഴിവുകള്, ജിന്നിൽ നിന്നുള്ള മറ്റ് ഉപദ്രവങ്ങള് അതെല്ലാം കാര്യകാരണ ബന്ധങ്ങൾക്ക് പുറത്താണ്, സബബിന് പുറത്താണ് എന്നല്ലേ ഇയാൾ പ്രസംഗിച്ചു കൊടുക്കുന്നത്. ഇത് അബ്ദുസ്സലാം സുല്ലമിയുടെ ഖുർആൻ പരിഭാഷ. അതിൽ അയാൾ എഴുതി, കാരണം ജിന്നുകൾക്ക് മനുഷ്യരെ സഹായിക്കുവാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടില്ല. ജിന്നുകൾക്ക് മനുഷ്യരെ സഹായിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടില്ല. അപ്പൊ പിന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാലോ അത് സബബിന് പുറത്തായി, അപ്പൊ ശിർക്കായി എന്ന് അബ്ദുസ്സലാം സുല്ലമി കണ്ടുപിടിച്ചു. ഏതായിരുന്നാലും ആ വാദം നമുക്ക് ആവശ്യമില്ല.
അപ്പോൾ ആയത്തുണ്ടോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായും ഉണ്ട്. ധാരാളം വചനങ്ങൾ ശിർക്കായതും വസീലയായതും വേർതിരിച്ചുകൊണ്ട് ഖുർആനിൽ കാണാം. ശിർക്കായതിന് ആയത്തോതേണ്ട കാര്യമില്ലല്ലോ. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന ആയത്ത്, വമൻ അദ്ലു മിമ്മൻ യദ്ഉ എന്ന ആയത്ത് എല്ലാം ശിർക്കായ തേട്ടത്തിന് തെളിവാണ്. ഇനി വസീലയായതുണ്ട് എന്നാണോ? തീർച്ചയായും ഉണ്ട്. ജിന്നുകളുമായുള്ള ബന്ധങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിന്റെ 128ാമത്തെ ആയത്തിൽ പറഞ്ഞു, വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സതും മിനൽ ഇൻസി വഖാല ഔലിയാഉഹും മിനൽ ഇൻസ് റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ. റബ്ബേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിംതാ നടത്തി, പരസ്പരം ആനന്ദം കണ്ടെത്തി, പരസ്പരം ഇടപാടുകൾ നടത്തി, പരസ്പരം ഉപകാരമെടുത്തു എന്ന് പറയുന്നു. എല്ലാ ഉപകാരവും എല്ലാ ഇസ്തിംതാവും ശിർക്കാണ് എന്നാണോ? അല്ലല്ലോ. ഇസ്തിംതാ ശിർക്കായതുണ്ട്, ശിർക്കാവാത്തതുണ്ട്. പലതരം ഇസ്തിംതാ ഉണ്ട്, പല രൂപത്തിൽ ഇസ്തിംതാ ഉണ്ട്. ആയത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 128ാമത്തെ ആയത്താണ്. അതുകൊണ്ട് ആയത്തോതിയില്ല എന്ന് പറയണ്ട. ആയത്തോതി ശിർക്കായതിന് 2 ആയത്തോതി, വസീത്തു ശിർക്കായതിന് 1 ആയത്തും ഓതി. ഈ ആയത്തിൽ രണ്ടും ഒന്നിച്ചാണ് പ്രയോഗിച്ചത്. ഇവിടെ റബ്ബന ഇസ്തംതഅ ബഅദുനാ എന്ന ആയത്തിൽ ശിർക്കായ ഇസ്തിംതാഉം പെട്ടു, വസീലയായ ഇസ്തിംതാഉം പെട്ടു. മൊത്തത്തിൽ ശിർക്കായതിന് 3 ആയത്ത്, വസീലയായതിന് 1 ആയത്തും. തൽക്കാലം അത് മതിയല്ലോ. ഏതായിരുന്നാലും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതി വെച്ചു എന്നല്ലാതെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ് എന്ന് ഇന്ന സ്വഹാബി പറഞ്ഞുവെന്നോ താബിഈ പറഞ്ഞുവെന്നോ പറഞ്ഞിട്ടില്ല. ഈ തഫ്സീർ വേണോ, ഇങ്ങനെ ആര് വ്യാഖ്യാനിച്ചു എന്നാണോ, ഏത് സ്വഹാബി പറഞ്ഞുവെന്നാണോ ചോദിച്ചോളൂ, അപ്പൊ പറയാം. അപ്പോ ബഹുമാനനായ ഫൈസൽ മുസ്ലിയാർ ഇവിടെ ആയത്ത് ഓതിയിട്ടുണ്ട്. മുസ്ലിയാരെ ആയത്ത് മാത്രമല്ല ഓതിയ പോരാ, ഖുർആനും ഹദീസും മൻഹജ് സലഫ് അനുസരിച്ച് താങ്കൾ ഓതിയ ആയത്ത് വയൗമ യഹ്ശുറുഹും ജമീഅൻ യാ മഅശറൽ ജിന്നി എന്ന് തുടങ്ങി റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ വബലഗനല്ലദീ അജ്ജൽത ലനാ എന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഏത് സഹാബിയാണ് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞത്? എൻ്റെ ചോദ്യമല്ല. താങ്കൾ ആയത്ത് ഓതിയാൽ പോരാ, ആ ആയത്ത് താങ്കളുടെ തൊള്ളയിൽ തോന്നുന്ന, താങ്കൾക്ക് തോന്നുന്ന രീതിയിലുള്ള വ്യാഖ്യാനം പോരാ. എന്നിട്ട് ആകപ്പോടെ പറഞ്ഞത് സലാം സുല്ലമിൻ്റെ ഒരു പുസ്തകം വായിച്ചിട്ട് അതിൽ പറഞ്ഞൊരു വാചക. എൻ്റെ പൊന്നു ഫൈസൽ മുസ്ലിയാരെ, സലാം സുല്ലമിയുടെ വാദം ഞാൻ പ്രസംഗിച്ചിട്ടില്ല, ഞാൻ എവിടെയും പ്രസംഗിച്ചിട്ടില്ല. മടവൂരി ആയിരിക്കുന്നെന്നും പ്രസംഗിച്ചിട്ടില്ല, മടവൂരിൽ നിന്ന് പോന്നിട്ടും പ്രസംഗിച്ചിട്ടില്ല. അതുകൊണ്ട് സലാം സുല്ലമിൻ്റെ വാദം അല്ല, സലാം സുല്ലമിൻ്റെ ബുക്കിൽ നിന്നല്ല ഞാൻ പ്രസംഗിച്ചാൽ ഇങ്ങോട്ട് തെളിയിക്കാനും കഴിയൂല. അപ്പോ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് യാ ഇബാദത്തെ കുറിച്ചും മടവൂരികളെ തെളിവാണ്, ജിന്നിന്റെ വിഷയത്തിലും സലാം സുല്ലമിന്റെ പുസ്തകത്താണ്. കാരണം യുക്തിവാദികളായി ഈ വിഷയം അവതരിപ്പിക്കുന്ന മൻഹജ് സലഫിൽ നിന്നും പുറത്തുപോയ ആളുകളാണല്ലോ നിങ്ങൾ. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞത് ഞാൻ സബബിനെ ദുർവ്യാഖ്യാനിച്ചു എന്നാ. അള്ളാഹു ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു ഏർപ്പാട് തന്നെയാണ് മുസ്ലിയാരെ. കാരണം അള്ള ഒരു സംഗതി ഏർപ്പാടാക്കി തന്നാൽ അത് തന്നെയാണ്. ഖുർആനിലൂടെ അള്ള ഒരു സംഗതി ഏർപ്പാടാക്കി, ഖുർആനിലൂടെ ഒരു കാര്യം പറഞ്ഞാൽ അത് അള്ള നിശ്ചയിച്ച് വെച്ച കാരണമാണ്. വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് അള്ള പറഞ്ഞാൽ അത് അള്ള ഖുർആനിൽ പറഞ്ഞതാ, അതൊരു കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ ഒരു സംഗതി പറഞ്ഞാൽ അതൊരു കാരണമാണ്. അതാ പറഞ്ഞത്, ഖുർആനിലോ സഹീഹായ ഹദീസിലോ എവിടെയും മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി അള്ളാഹു ജിന്നുകളെ ഏർപ്പാടാക്കിയതായി ഒരു സംഗതി ഏർപ്പാടാക്കൽ തന്നെയാണ് കാരണം. അള്ള പറയുന്നതാണ്, അള്ള പറഞ്ഞാൽ അത് അള്ളയാക്കിയ ഏർപ്പാടാക്കിയതായി. എന്നിട്ട് ഞാൻ വ്യാഖ്യാനിക്കട്ടെ, ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാവും. അപ്പോ ഫൈസൽ മുസ്ലിയാര്, ഞാനിവിടെ എൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിന് ഒരു ആയത്ത് ഇവിടെ ഉദ്ധരിച്ചു. ഈ ആയത്ത് പണ്ട് കാന്തപുരം ഉദ്ധരിച്ച ആയത്ത് പോലെ ഈ വാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയാത്ത ഒരു ആയത്താണ് ഉദ്ധരിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 5 ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കാനുള്ളത്. ഈ 5 ചോദ്യങ്ങളും ഇവിടെ ഉന്നയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. കാരണം ഒന്നാമത്തെ ചോദ്യം, ആ ചോദ്യത്തിന് ഞാൻ ആവർത്തിക്കുകയാണ്. റബ്ബന ഇസ്തംതഅ അല്ലദീ ബഅദുനാ ബിബഅദ് എന്നുള്ള ഈ ആയത്ത് നിങ്ങൾ
പറയുന്നത് പോലെ ജിന്നിനോടുള്ള സഹായ ചോദ്യം അത് ശിർക്കാകുന്നതുമുണ്ട്, വസീലത്ത് ശിർക്കാകുന്നതുമുണ്ട് എന്ന് ഈ ആയത്ത് പ്രവാചകനിൽ നിന്ന് കേട്ട സഹാബത്തോ താബീങ്ങളോ തബഉ താബീങ്ങളോ പൂർവീകരായ സലഫി പണ്ഡിതന്മാരോ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ അവിടെയാണ് നിങ്ങളത് വിശദീകരിക്കേണ്ടത്. അങ്ങനെ വിശദീകരിക്കാൻ നിങ്ങൾക്കൊട്ട് സാധ്യവുമല്ല. അങ്ങനെയുണ്ടെങ്കിൽ അത് പറയുമ്പോഴാണ് ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ വസീലത്ത് ശിർക്കുണ്ട് എന്നതിന് തെളിവായി വരിക. ഇനി ആ ചോദ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത് പറയുമ്പോ ഈ രണ്ടാമത്തെ ചോദ്യം എന്നെ സംബന്ധിച്ച് 5 അവസരമുണ്ട്. ഈ 5 അവസരത്തിലും എനിക്ക് ചോദിക്കാനുള്ള 5 ചോദ്യവും ഞാൻ ചോദിക്കും. കാരണം ഇത് കേൾക്കുന്ന ജനങ്ങൾ ഇത് മനസ്സിലാക്കണം. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഖുർആനും ഹദീസും മൻഹജു സലഫ് അനുസരിച്ചുള്ള മറുപടി മുസ്ലിയാർ പറഞ്ഞിട്ടില്ല. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ രണ്ടാമത്തെ ചോദ്യം, ജിന്നുകളോടുള്ള സഹായാർത്ഥനയുടെ വിഷയത്തിൽ KJE എടുത്ത തീരുമാനത്തെ അംഗീകരിക്കാത്ത താങ്കൾ പ്രസ്തുത തീരുമാനത്തിലെ പ്രമാണവിരുദ്ധമായ ഭാഗം വായിക്കുക. അത് പ്രമാണവിരുദ്ധമാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ടും സഹീഹായ ഹദീസ് കൊണ്ടും മൻഹജു സലഫ് അനുസരിച്ച് വിശദീകരിക്കുക. ഇതൊരു പക്ഷേ KJE ഇങ്ങനെ തീരുമാനിച്ചിട്ടില്ല, KJEയുടെ പേരിൽ ചില ആൾക്കാർ തീരുമാനിച്ചു എന്നൊക്കെ തട്ടിവിട്ട് സമയം കളയണ്ട. താങ്കൾ KJEയുടെ അംഗമാണോ അല്ലേ എന്നതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇനി അംഗമായിരുന്ന കാലത്ത് പോലും താങ്കളോട് ചോദിച്ച് KJE കേരള ജമിയത്തുൽ ഉലമ എത്ര തീരുമാനം എടുത്തു എന്നൊക്കെ ചോദിച്ചാൽ അതിന് മറുപടിയും എല്ലാവർക്കും അറിയാം. കേരളത്തിലെ മുജാഹിദുകൾക്കറിയാം കേരള ജമിയത്തുൽ ഉലമ ആരാണ്, അതിന് നേതൃത്വത്തിൽ ആരാണ്, അത് തീരുമാനിക്കേണ്ടവരാണ്. ഈ 2 ചോദ്യത്തിനും മറുപടി പറയണം. എന്തായിരുന്നാലും നാസസുലമിക്കാരെ KJE തീരുമാനിച്ചിട്ടില്ല എന്ന്, അതുകൊണ്ട് മുൻകൂർ ജാമ്യ KJE തീരുമാനിച്ചോ എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് പറയണ്ടാണ്. എന്നോട് ചോദിച്ചിട്ടില്ല എന്നല്ല പറയുന്നത്. KJE തീരുമാനമെടുക്കാൻ അതിൻ്റെതായ നടപടിക്രമമുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് KJE തീരുമാനമെടുത്തിട്ടേ ഇല്ല. ഒരു സംശയവുമില്ല, യാതൊരു സംശയവുമില്ല. സാധാരണ ഇത്രയും കാലം KJE രൂപീകരിക്കപ്പെട്ട 922 മുതൽ ഇതുവരെയുള്ള കാലങ്ങളിൽ ഏത് വിഷയത്തിലും KJE എങ്ങനെയാണോ തീരുമാനമെടുത്തത് ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെ, ആ നടപടിക്രമങ്ങൾ പാലിക്കാതെ തന്നെയാണ് ഈ വിഷയത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. തീർച്ചയാണ്, ഒരു സംശയവുമില്ല. അതിൽ പ്രമാണവിരുദ്ധമായ ഭാഗമുണ്ട് താനും, തർക്കമില്ല. അത് KJE തീരുമാനമല്ല എന്നാണ് ഇത്രയും കാലം പറഞ്ഞത്. കഴിഞ്ഞ വ്യവസ്ഥയ്ക്ക് ഇരുന്നപ്പോഴും ഞാനത് പറഞ്ഞു. അതുകൊണ്ട് KJE തീരുമാനം എന്ന പദം തൽക്കാലങ്ങൾ ഒഴിവാക്കണം. KJE തീരുമാനമല്ല, KJEന്റെ പേരിൽ ചില ആളുകൾ വന്ന തീരുമാനം, അതിലാവട്ടെ പ്രമാണവിരുദ്ധമായതുണ്ട്, സംശയമില്ല. പ്രമാണവിരുദ്ധമായതുണ്ട്. ഏതായത്ത് എന്നല്ലേ? ഈ പറഞ്ഞ ആയത്ത് തന്നെ. രണ്ടിനും ഈ ആയത്ത് തന്നെ. ഈ ആയത്ത് വിരുദ്ധമാണത്. ഒറ്റ ആയത്ത്, ഇത് ഒരു ഒറ്റമൂലി. വിശുദ്ധ ഖുർആനിലെ ഈ ഒരു ആയത്തിന് തന്നെയാണ് ആ തീരുമാനം വിരുദ്ധം. ആ ഒരു ആയത്തിന് മാത്രമല്ല, ഒരുപാട് ആയത്തുകൾക്ക് അല്ല, വിശുദ്ധ ഖുർആനിലെ മൊത്തം അധ്യാപനത്തിന് തന്നെ വിരുദ്ധമാണ് ആ തീരുമാനം. കാരണം ഖുർആൻ എവിടെയും ജിന്നുകളോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ് എന്ന്, മുത്തലഖൻ ശിർക്കാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, ഹദീസ് പഠിപ്പിച്ചിട്ടില്ല. ജിന്നുകളോട് എന്ത് ചോദിച്ചാലും, ഏത് സുആലും ഏത് ചോദ്യവും ശിർക്കാണ് എന്ന് ഖുർആൻ എവിടെയുമില്ല, ഹദീസിൽ എവിടെയുമില്ല. അതുകൊണ്ട് ഖുർആൻ ഹദീസും പഠിപ്പിക്കാത്ത ഒരു പുതിയ വാദമാണ് അത്. KM മൊഴി തുടങ്ങി വെച്ച, KM മൊഴി നേതൃത്വം നൽകിയ അദ്ദേഹം മുമ്പിൽ നിന്ന് ആ KJU അതിൽ പറഞ്ഞ ആശയത്തിന് വിരുദ്ധം കൂടിയാണത്. അദ്ദുആ വൽ ഇബാദ എന്ന KM മൊഴിയുടെ ഈ പുസ്തകം ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല. ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ജിന്നോട് ചോദ്യം എപ്പോഴാണ് ശിർക്കാവുക, എപ്പോഴാ അല്ലാത്തത് എന്ന്. ആ തീരുമാനത്തിന് ഒന്നാമത്തെ KNM പ്രസിഡന്റിന്റെ, KJUവിന്റെ സ്ഥാപകന്റെ, KJUവിന്റെ ആദ്യമായി പുറത്തിറക്കിയ അദ്ദുആ വൽ ഇബാദ എന്ന ഈ പുസ്തകത്തിന്റെ ആദർശത്തിനും വിരുദ്ധമാണ്. അപ്പോൾ രണ്ടിനും ഞാൻ ആയത്തോതി. വസീലയായതിനുണ്ടോ ആയത്തുണ്ടോ എന്നാണ് ഓതി. റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്ന ആയത്ത് നാസസുലമി ഓതിയതുപോലെ ഇസ്തംതഅ അല്ലദി എന്നല്ല, റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്നാണ് വന്നത്. അതിന് ഇനി വസീലയായതുണ്ടോ, ശിർക്ക് അല്ലാത്തതുണ്ടോ, ഹറാമായതുണ്ടോ എന്നാണോ ഞാൻ ചോദിക്കുന്നില്ല. എന്റെ ചോദ്യമല്ല എന്ന് നിങ്ങൾ ചോദിക്കൂ, അപ്പൊ പറയാം. ഏത് സ്വഹാബിയാ പറഞ്ഞത് നിങ്ങൾ ചോദിക്കൂ, ഏത് താബിഇയാ പറഞ്ഞത് നിങ്ങൾ ചോദിക്കൂ. ഞാൻ പറഞ്ഞതെല്ലാം എണ്ണി പറയാം. ഇന്ന സ്വഹാബി പറഞ്ഞിരിക്കുന്നു, ഇന്ന താബിഈ പറഞ്ഞിരിക്കുന്നു, ഇന്ന താബിഈ പറഞ്ഞിരിക്കുന്നു, ഇന്ന തഫ്സീലുണ്ട് എന്ന് വെറുതെ എല്ലാ കിതാബുമായി വന്നത്. നിങ്ങൾ അന്ന് പറഞ്ഞു കിതാബ് എടുത്ത 2
ആവശ്യമുണ്ട് എന്ന്. രണ്ടാളെ കൊണ്ടുവന്നപ്പോ കിതാബ് കൊണ്ടുവരാൻ മറന്നോ എന്നാണ് എൻ്റെ ആശങ്ക. ഏതായിരുന്നാലും കൊണ്ടുവന്നത് കൊണ്ട് ഒരു ഫോട്ടോ എടുക്കാനെങ്കിലും ക്യാമറാമാൻ ആകാനെങ്കിലും പറ്റിയല്ലോ കൂടെ വന്ന ആളുകൾക്ക് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ വ്യക്തമാവുകയാണ്, നിങ്ങൾ പ്രസംഗിക്കുന്ന ആശയം അത് സലാം സലമിന്റെ ആശയം തന്നെയാണ്. സലാം സലമിന്റെ ആശയം ഞാൻ എവിടെയും പ്രസംഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് സലാം സലമിന്റെ ആശയമല്ലാതിരിക്കില്ല. യാ ഇബാദുള്ളയിലാണെങ്കിലും ഈ ഇസ്തിആനത്തിലാണെങ്കിലും സബബിന്റെ കാര്യത്തിലാണെങ്കിലും അബ്ദുസ്സലാം സലമി എന്താണോ ഇവിടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചത്, അയാൾ എന്താണോ പ്രചരിപ്പിച്ചത്, അത് തന്നെയാണ് നിങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. 2010 ഫെബ്രുവരി വരെ സലാം സലമിയുടെ കൂടെ നടന്ന് ഞങ്ങൾക്ക് ശിർക്കാരോപിച്ച ഈ നാസർ സുല്ലമി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അത് തന്നെ പ്രസംഗിക്കുന്നു എന്നിട്ട് ചോദിക്കുക, ഞാൻ എവിടെ സലാം സലമിന്റെ വാദം പറഞ്ഞു? അതെ, ഇതൊക്കെ തന്നെയാണ് സലാം സലമിയുടെ വാദം. സലാം സലമി എഴുതിയെന്താ? വിജനമായ സ്ഥലത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടു, അല്ലെങ്കിൽ വല്ല അപകടത്തിലമകപ്പെട്ടു. അപ്പോൾ നമ്മുടെ ശബ്ദം മനുഷ്യർ ആരെങ്കിലും കേൾക്കുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഓടി വരൂ എന്ന് വിളിച്ചു പറയൽ പോലും തൗഹീദിനെതിരാകുമെന്ന് സ്വഹാബി വല്യമ്മ തെറ്റം എന്ന് അബ്ദുസ്സലാം സുല്ലമി അഭിപ്രായപ്പം എന്താ? സ്വഹീഹാണെങ്കിൽ മനുഷ്യരാണ് ഉദ്ദേശം. നേരത്തെ ഞാൻ എണ്ണി പറഞ്ഞു. ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള, ഷെയ്ഖ് ഉസൈമീനെ പോലെയുള്ള, അതേപോലെ ആലു ഷെയ്ഖിനെ പോലെയുള്ള, സ്വാലിഹ് ആലു ഷെയ്ഖിനെയും പോലെയുള്ള, അതുപോലെ ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള, ഷൗക്കാനിയെ പോലെയുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത പണ്ഡിതന്മാർ അവരൊക്കെ പറഞ്ഞു ജിന്നും മലക്കുമാകാം ഉദ്ദേശമെന്ന്. അവരൊക്കെ പറഞ്ഞു ഇസ്തിആനത്തിന്റെ വ്യത്യസ്ത വകഭേദങ്ങള്, ഇസ്തിഖ്ദാമിന്റെ വകഭേദങ്ങള്, ഇസ്തിംതാഇന്റെ വകഭേദങ്ങള്. എന്നിട്ട് അതിനെ എല്ലാം മറികടന്ന് അബ്ദുസ്സലാം സലമി പറഞ്ഞു അങ്ങനെ സബബേ ഇല്ല, സഹായിക്കാനേ കഴിയില്ല. അത് ദുർവ്യാഖ്യാനിച്ച് KNM-ന്റെ വേദികൾ ദുരുപയോഗം ചെയ്ത് KNM നേതാക്കന്മാർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത് ഇവിടെ പ്രചരിപ്പിക്കാൻ തന്നെയാണ് ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിവിടെ ബോധ്യമായിരിക്കുകയാണ്. അതാ നിങ്ങൾ നേരത്തെ വായിച്ച യാ ഇബാദല്ലാഹ് എന്ന ഈ ഫയല് ഞാൻ പറഞ്ഞു, അള്ളാഹു ജിന്നുകളെ ഏർപ്പാടാക്കിയതായി കാണാൻ കഴിയില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? എന്താ ഏർപ്പാടാക്കുക? അതന്നെ സബബ്. അതാ സബബ്, ഏർപ്പാടാക്കാൻ സബബ്. ഞാൻ പറയാ, എന്റെ വീട്ടിലേക്ക് പണിക്കാരനായി വരാൻ ഞാൻ നാസർ സുല്ലമി ഏർപ്പാടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നാസർ സുല്ലമിക്ക് പണിയെടുക്കാൻ കഴിയില്ല എന്നാണോ? നാസർ സുല്ലമി കാര്യബന്ധത്തിൽ പുറത്താണ് എന്നാണോ? നാസർ സുല്ലമി സബബിനപ്പുറമാണ് എന്നാണോ? അല്ല. അതുകൊണ്ട് 2 വരി താഴെ പറഞ്ഞത് ജിന്നും മനുഷ്യരും തമ്മിൽ കാര്യകാല ബന്ധങ്ങൾ ഉണ്ടെങ്കിലും കാര്യകാല ബന്ധമുള്ള എല്ലാം മതത്തിൽ അനുവദനീയമായി കൊള്ളണമെന്നില്ല. വളരെ കൃത്യമാണ്. അപ്പോൾ മനുഷ്യനെ സഹായിക്കാൻ അള്ളാഹു ജിന്നുകളെ ഏൽപ്പിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ വണ്ടി ആക്സിഡന്റ് ആയി കിടക്കുന്നത് കണ്ടാലും ഒരു ജിന്നിന് അയാളെ കൊണ്ടുപോയി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കേണ്ട ബാധ്യത ഇല്ല. ആ കടമ ഏൽപ്പിച്ചിട്ടില്ല. അതാണ് ഇതിന് പറഞ്ഞത്. ജിന്ന് മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി അള്ളാഹു ജിന്നുകളെ ഏർപ്പാടാക്കിയതായി കാണാൻ കഴിയില്ല. എന്നാ സഹായിക്കാൻ കഴിയോ? കഴിയും. ഉപദ്രവിക്കാൻ കഴിയോ? കഴിയും. അതുകൊണ്ടല്ലേ സിഹിറിലൂടെ ഉപദ്രവിക്കുന്നത്, അതുകൊണ്ടല്ലേ സിഹിറിലൂടെ സാഹിറിനെ സഹായിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന് പോലും സിഹിർ ബാധിച്ചു എന്ന ഹദീസ് നിങ്ങളും ഞാനും തർക്കമില്ലാതെ അംഗീകരിക്കേണ്ടി വന്നുവല്ലോ. എങ്കിൽ ആ ഹദീസിലൂടെ പ്രവാചകർക്ക് സിഹിർ ചെയ്ത ലബീദ് ബിൻ അഅ്സം എന്ന ജൂതൻ പിശാചിനെ ഉപയോഗപ്പെടുത്തി ചെയ്ത സിഹിർ ലബീദിന് ഉപകാരമായില്ലേ? നബി ഞങ്ങൾക്ക് അതിന് സ്വാധീനം ഉണ്ടായില്ലേ? നിഷേധിക്കാൻ കഴിയുമോ? ഇല്ലെന്ന് പറയാനാകുമോ? അപ്പൊ യഥാർത്ഥത്തിൽ ഉപകാരം ചെയ്യാൻ അവൻ സാധിച്ചേക്കാം, ഉപദ്രവം വരുത്താൻ സാധിച്ചേക്കാം. അതെന്തുകൊണ്ട് സാധിക്കുന്നു? അവൻ കാര്യകാല ബന്ധമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനെ ശബ്ദം കേൾക്കുന്നു, മനുഷ്യനെ കാണുന്നു, അതേപോലെ മനുഷ്യന്റെ പല രംഗത്തും അവന് ഇടപെടാൻ കഴിയുന്നു. ഇതൊക്കെ എവിടുന്ന് കിട്ടി? പ്രമാണം പഠിപ്പിച്ചു, ആയത്ത് പഠിപ്പിച്ചു, ഹദീസ് പഠിപ്പിച്ചു. ഏതായത്ത്? ഒരുപാട് ആയത്ത്. ഒറ്റ ആയത്ത് ഞാൻ ഓതി, അവിടെ തന്നെ കിട്ടിയേ. സബബുണ്ട്, നിങ്ങളെ സബബ് ഒളിക്കാനും ആയത്ത് മതി, വസീല സ്ഥാപിക്കാനും ആ ആയത്ത് മതി, KJവിന്റെ പേരിൽ ഇപ്പയച്ച സർക്കുലർ പൊളിക്കാനും ആ ആയത്ത് മതി. എല്ലാത്തിനും പറ്റിയ ഒരു ഒറ്റമൂലിയാണ് ആ ആയത്ത്. എന്നിട്ട് മൂപ്പര് പറയാ അത് കാന്തപുരം ഓതി ആയത്ത് പോലെയാണ്. ശരി, ആയത്ത് അങ്ങനെ തന്നെയാണ്, പക്ഷെ കാന്തപുരം വെച്ച അർത്ഥമല്ലോ എന്നുള്ളത് എന്നങ്ങൾ ചോദിക്ക്. ഏത് സ്വഹാബിയാ പറഞ്ഞത്? ഏത് താബിഴിയാ പറഞ്ഞത്? ഏത് താബിഴിയാ പറഞ്ഞത്? ഏത് മുഫസ്സിർ രേഖപ്പെടുത്തിയത്? എന്റെ ചോദിക്കാൻ ബേജാറ്. കിതാബ് കൊണ്ടുവന്നിട്ടില്ലല്ലേ? ഇപ്പൊ തപ്പ എവിടെ കിട്ടൂല, അങ്ങനെ കിട്ടൂല. അതേസമയം ധൈര്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നിങ്ങൾ എണ്ണി വായിക്കാം. ഇന്ന സ്വഹാബി പറഞ്ഞിരിക്കുന്നു ശിർക്കല്ലാത്ത ഇസ്തിംതാഴ്, ഇന്ന താബിഴി പറഞ്ഞിരിക്കുന്നു ശിർക്കല്ലാത്ത ഇസ്തിംതാഴ്. എന്നിട്ട് ചോദിക്ക, ആരെ പറഞ്ഞു കാര്യകാലം പുറത്താണ് എന്ന് കാണിക്കാൻ കഴിയുമോ വിഷയാവസ്ഥ ചോദിച്ചത്. നിങ്ങളുടെ മറുപടിയിലെങ്കിലും സമാപനത്തിലെങ്കിലും കാണിക്കാൻ പറ്റുമോ? എത്ര
ഫലം കാണിക്കാം. ഈ വക ചോദ്യങ്ങൾ ഇങ്ങോട്ട് വിടും മുമ്പ് അടുത്തിരിക്കുന്ന കായക്കൊടിയോടെങ്കിലും ചോദിക്കാം, അല്ല കായക്കൊടി, ഞാനിങ്ങനെ പറഞ്ഞാൽ വല്ല അപകടം ഉണ്ടാവോ, നിങ്ങളെങ്കിലും എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ചോദിക്കുന്നത് നല്ലതാ, വിചിന്തനമൊന്ന് വായിക്കുന്നത് നല്ലതാ. എത്ര സ്ഥലത്തെഴുതി ജിന്നുകളെ സഹായം അഭൗതികമാണ്, ജിന്നുകളെ സഹായം അഭൗതികമാണ് എഴുതിയിട്ടില്ലേ, പ്രസംഗിച്ചില്ലേ? ജിന്നുകൾ കാര്യകാരണ പുറത്താണ്. എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നുകൾക്കുള്ളത്? എന്ത് സബബാണുള്ളത്? നിങ്ങളും നാടിനെ പ്രസംഗിച്ചത് എന്താ? ജിന്നിന് എന്ത് സബബാണുള്ളതെന്നാ? സബബാക്കിയിട്ടില്ല അപ്പശിർക്ക്, സബബാക്കിയിട്ടില്ല അപ്പശിർക്ക്. എന്താ ഈ സബബ്? നിങ്ങൾക്ക് ഈ സബബ് തിന്നിട്ടില്ല. നിങ്ങൾ വേറെന്തോ സബബിന് മടവൂരിൽ ഇങ്ങോട്ട് പോന്നു, എന്നിട്ട് ആ സബബ് സ്ഥാപിക്കാൻ ഇപ്പൊ നടക്കുക. അതിന്റെ പേരിൽ മറ്റേ സബബ് തെളിയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങൾ 2 ചോദ്യം ചോദിച്ചു, 2ഉം ഞാൻ പറഞ്ഞു. ആയത്ത് വേണമെന്ന് പറഞ്ഞു, ആയത്ത് ഞാൻ ഉദ്ധരിച്ചു. KJവിന്റെ പേരിൽ ചില മനുഷ്യന്മാർ കൂടി പുറത്തിറക്കിയ ഈ ഒരു സർക്കുലർ, ആ സർക്കുലർ പ്രമാണ വിരുദ്ധമാണോ ചോദിച്ചു. അതെ ആണെന്ന് പറഞ്ഞു. ഏത് ആയത്തിലാണെന്ന് ചോദിച്ചു. ആയത്ത് ഞാൻ ഓതി, ഇനി ഓതിയിട്ടില്ല എന്ന് പറയരുത്. ഇനി ആ ആയത്തിന് വിരുദ്ധമല്ല എന്നാണോ? ആ ആയത്തും KJവിന്റെ പേരിൽ ഏതാനും ചില കോക്കസുകാരിറക്കിയ ഈ ഒരു സർക്കുലറും 2ഉം ഒന്ന് തന്നെയാണ് എന്നാണോ? വൈരുദ്ധ്യമില്ല എന്നാണോ? എങ്കിൽ നിങ്ങളത് സ്ഥാപിക്കൂ, കാണാമല്ലോ നമുക്ക്. ഒരിക്കലും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. തിരിച്ചു വേണോ? ചോദിച്ചോളൂ. നിങ്ങൾ എണ്ണി എണ്ണി പറയാം, സ്വഹാബത്തിനെ പറയാം, താബിഈങ്ങളെ പറയാം, താബികളെ പറയാം. എന്താ നിങ്ങൾ വിചാരിച്ചത്? ഞങ്ങളൊക്കെ തൗഹീദ് പഠിച്ചിട്ട് തന്നെയാണ് ഇത് പ്രസംഗിക്കാൻ നടക്കുന്നത്. കിതാബ് ഓതിയിട്ട് തന്നെയാണ്, മുൻഗാമികളുടെ സലഫ് സ്വാലിഹികളുടെ മാതൃക സ്വീകരിച്ചു തന്നെയാണ് ഈ വഴിക്കിറങ്ങിയത്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ എണ്ണി എണ്ണി പറഞ്ഞ ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള, ഷെയ്ഖ് ഉസൈമീനെ പോലെയുള്ള, ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള, അതേപോലെ ഷൗക്കാനിയെ പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം ആ രൂപത്തിൽ സംസാരിച്ചത്. എൻ്റെ ബഹുമാനനായ ഫൈസൽ ഹുസൈനെ, താങ്കളോട് ഞാൻ ചോദിച്ചത്, താങ്കൾ ഓതിയ ആയത്തിന് ആരാണ് അങ്ങനെ മനസ്സിലാക്കിയത്, ഏത് സഹാബിയാണ് മനസ്സിലാക്കിയത് തന്നെ ചോദിച്ചത്. മനസ്സിലേ? റബ്ബനസ്തംത ബഅദുനാ ബിബഅദിൻ എന്ന ആയത്തിന് അതിൽ വസീലത്ത് ശിർക്കുണ്ട് എന്ന് ഏത് സഹാബി മനസ്സിലാക്കി, ഏത് താബി മനസ്സിലാക്കി, ഏത് തബഉ താബി മനസ്സിലാക്കി? കിതാബ് കുറെ ഉണ്ടായിട്ട് കാര്യമില്ല, കിതാബ് വായിച്ചെന്നാ പോരെ. അപ്പോ എൻ്റെ ചോദ്യം അത് തന്നെയാണ്. ആ ചോദ്യങ്ങൾ കേട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് എങ്കിൽ ആവർത്തിക്കുന്നു. പിന്നെ മറ്റൊന്നുള്ളത്, പിന്നെ എന്നെ മൂപ്പര വീട്ടിൽ ജോലിക്കാക്കിയാൽ നിങ്ങൾ എൻ്റെ ജോലിക്കാക്കുന്നത് തന്നെയാണ് ഞാൻ കാരണക്കാരാവുക. നിങ്ങളെ പെരയിൽ എൻ്റെ ജോലിക്ക് എന്നെ ജോലിക്കാരനാക്കി വെക്കുമ്പോഴാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ കാരണക്കാരനാവുക. അപ്പോഴാണ് ജോലി ചെയ്യാനുള്ള കാരണം ഞാനാവുക. മുസ്ലിംകാർക്ക് അതുപോലെ മനസ്സിലായില്ല വെച്ചാലോ, എന്നെ ജോലിക്ക് വെക്കുമ്പോഴാണ് അവിടുത്തെ ജോലി ചെയ്യാനുള്ള കാരണക്കാരനായി ഞാൻ മാറുക. അത് മനസ്സിലാക്കാൻ പോലുള്ള കഴിവില്ലേ? പിന്നെ യാ ഇബാദല്ലയിൽ പിന്നെ മനുഷ്യരെന്നുള്ളത് സലാം സുലമി എന്ത് പറഞ്ഞു എന്നില്ലല്ല. സലാം സുലമിക്ക് മുമ്പ് ജബ്ബാർ മൗലവിയും പറഞ്ഞുകൂടോ. അൽ ഇസ്ലാഹിലെ ജബ്ബാർ മൗലവി തന്നെ പറഞ്ഞ സംഗതിയാണ്. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ കേരള നദുവത്തുൽ മുജാഹിദീൻ എടുത്ത തീരുമാനമുണ്ട്. ആ തീരുമാനത്തിൽ നിന്നും എന്ത് ഭാഗമാണ് തെറ്റിയത്, ഏത് ഭാഗമാണ് അബദ്ധം എന്ന് പറയാനാണ്, വായിക്കാനും അത് അബദ്ധമാണ് എന്നുള്ള തെളിവുമാണ്. മൂപ്പർക്കൊക്കെ ഒരൊറ്റ ആയത്താണ് ഇതിനൊക്കെ. എന്നാൽ ഈ ആയത്തിനെ സംബന്ധിച്ച് റബ്ബനസ്തംത ബഅദുനാ ബിബഅദിൻ എന്ന ആയത്തിനെ സംബന്ധിച്ച് അമാനി മൗലവി എന്താണ് വിശദീകരിച്ചത് എന്ന് മാന്യ ശ്രോതാക്കളെങ്കിലും കേൾക്കുക. ജിന്ന് വർഗക്കാരായ പിശാചുക്കൾ മനുഷ്യ ഹൃദയങ്ങളിൽ ദുർമന്ത്രവും ദുഷ്പ്രേരണയും നടത്തുമെന്നും ദുർമാർഗങ്ങളും ദുർനടപ്പുകളും അവർക്ക് അലങ്കാരമാക്കി കാണിച്ചുകൊണ്ടിരിക്കുമെന്നും മനുഷ്യരെ വഴിതെറ്റിക്കാൻ പിശാചിന്റെ സ്ഥിരം ജോലിയാണെന്നും അള്ളാഹു ആവർത്തിച്ചറിയിക്കുകയാണല്ലോ. മനുഷ്യരാകട്ടെ അവരുടെ ദുരുപയോഗങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വഴങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവരിൽ അദൃശ്യ ശക്തികളും ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അവരനുസരിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ അന്യോന്യം ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞതിൻ്റെ സാരം. അതല്ലാതെ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞതുപോലെ ഇതിൽ ഈ ഇസ്തിംതാഇൽ പിന്നെ വസീലത്ത് ശിർക്കാവുന്നതുണ്ട്, വസീലത്ത് ശിർക്കാവാത്തതുണ്ട് എന്നല്ല അമാനി മൗലവി പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് ഫൈസൽ മുസ്ലിയാർ മറുപടി നൽകിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ തന്നെ മനസ്സിലാക്കുക. മൂന്നാമത്തെ ചോദ്യം ഇതിന്റെ കൂടെ വരികയാണ്. യാ ഇബാദല്ലാ എന്ന കോഡ് ഭാഷ ഉപയോഗിച്ച്, യാ ഇബാദല്ലാ അയ്യനൂനി എന്ന കോഡ് ഭാഷ ഉപയോഗിച്ച് ഹയ്യും ഹാദിറും ഖാദിറും മുസ്ലിമായ ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് ഹറാമാണ്, ആ വസീലത്ത് ശിർക്കാണ് എന്ന വാദം
എന്നാൽ അത് ശിർക്കാവുകയില്ല എന്ന സക്കരിയ സ്വലാഹിയുടെ ഈ പിഴച്ച വാദം ഈ ഹദീത്ത് വിശദീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പൂർവിക പണ്ഡിതൻ ഇപ്രകാരം വിശദീകരിച്ചിട്ടുണ്ടോ? നേരത്തെയുള്ള 2 ചോദ്യങ്ങളും അവിടെ ബാക്കിയാണ്. മുസ്ലിയാര് ഖുർആൻ ഏതെങ്കിലും ആയത്തോതിയത് കൊണ്ട് നിങ്ങൾ പറയുന്ന വാദത്തിന് വാദിത്തത്തിന് തെളിവാകൂല. അങ്ങനെയാണ് ഈ കാന്തപുരം വസൽമൻ അർസല്ല എന്ന ആയത്തോതി കാന്തപുരത്തിന്റെ വാദത്തിന് തെളിവാകൂല എന്നതുപോലെ നിങ്ങൾ ഏതെങ്കിലും ആയത്തോതിയാൽ ആ ആയത്ത് നിങ്ങൾ ഓതി എന്നതുകൊണ്ട് നിങ്ങളുടെ വാദത്തിന് തെളിവാവുകയില്ല. ഈ ആയത്തിൽ പ്രവാചകൻ അങ്ങനെ വിശദീകരിച്ചു കൊടുത്തോ, സഹാബത്ത് മനസ്സിലാക്കിയോ? അതാണ് ഉദ്ധരിക്കേണ്ടത്. 3-ാമത്തെ ചോദ്യം, യാ ഇബാദല്ലാഹ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ന കോഡ് ഭാഷ ഉപയോഗിച്ച് ഹയ്യും മാദറും ഖാദിറും മുസ്ലിമായ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഹറാമാണ്, വസീലത്ത് ഷിർക്കാണ്, ഷിർക്കാവുകയില്ല എന്ന സക്കരിയാന്റെ വാദത്തെ പിന്തുണച്ചുകൊണ്ട് സക്കരിയാക്കളുടെ ഒരു പ്രയോക്താവായി നടക്കുന്ന താങ്കൾ ഈ ഹദീത്ത് വിശദീകരിച്ചപ്പോ ഏതെങ്കിലും ഒരു പൂർവിക പണ്ഡിതൻ ഇങ്ങനെ ഒരു വിശദീകരണം നൽകിയതായി തെളിയിക്കുവാൻ സാധിക്കുമോ? സക്കരിയ അങ്ങനെ വാദിച്ചിട്ടില്ല എങ്കിൽ അത് തെളിയിക്കാൻ ധാരാളം തെളിവുകളുണ്ട്. അതല്ല, താങ്കൾക്ക് സക്കരിയാന്റെ വാദമില്ലെങ്കിൽ സക്കരിയ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ നിന്ന് പിഴച്ചു പോയോ, ആദർശ വ്യതിയാനം സംഭവിച്ചോ, മൻഹജ് സലഫ് നിന്ന് പിഴച്ചുപോയി എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഈ അവസരം താങ്കൾ ഉപയോഗപ്പെടുത്തുവോ? അങ്ങനെ താങ്കൾ ഉപയോഗപ്പെടുത്താതെ പ്രഖ്യാപിക്കാൻ താങ്കൾക്ക് സാധിക്കാതെ വരികയും ഈ ഹദീദിന്റെ അടിസ്ഥാനത്തിൽ ഹയ്യും മാദറും ഖാദിറുമായ ജിന്നിനോട് ചോദിക്കുന്നത് ഹറാമാണ്, വസീലത്ത് ഷിർക്കാണ്, ഷിർക്കാവുകയില്ല എന്ന് പൂർവിക പണ്ഡിതന്മാർ വിശദീകരിച്ചതായി താങ്കൾക്ക് വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താങ്കൾ ഈ പ്രസ്ഥാനത്തിൽ നിന്നും ഈ ആദർശത്തിൽ നിന്നും പിഴച്ചുപോയവനും പ്രമാണവിരുദ്ധവാദിയാണ് എന്നും ആദർശ വ്യതിയാനം സംഭവിച്ചവനാണ് എന്നും ഈ ചോദ്യം കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ. അൽഹംദുലില്ലാ, ഏതായാലും യാഴിപാതയ്ക്ക് വന്നു കിട്ടി. നമ്മുടെ ആവശ്യം തന്നെ നേരത്തെ പറഞ്ഞ യാഴിപാതന്റെ വിഷയമല്ല, അത് ചർച്ചയല്ല. വഴുതിപ്പോകണ്ട, തെറ്റിപ്പോകണ്ട, ഒളിച്ചോടണ്ട. നമുക്കറിയാം നിങ്ങൾ അവിടെ പിടിക്കാൻ കഴിയുന്നുള്ളത്. നിങ്ങൾക്ക് എന്താ യാഴിപാത ബേജാറ്? അപ്പൊ യാഴിപാത തന്നെയാണ് ബേസ്, അത് തന്നെയാണ് അടിസ്ഥാനം. അതുകൊണ്ട് തന്നെയാണ് വിഷയാവസ്ഥ ഞാൻ യാഴിപാത ഉദ്ധരിച്ചത്, വെറുതെയല്ല. ഏതായാലും ഇപ്പൊ ചൂണ്ടലിട്ടതും ചൂണ്ടലുമ കുടുങ്ങിയതും നാസസുല്ലമിയാണ്, സക്കരിയ സ്വലാഹിയല്ല, പുഴക്കടവിലല്ല എന്ന് ഏകദേശം ബോധ്യമായിരിക്കുകയാണ്. ഇനിയിപ്പോ എന്താ, ജോലിക്കാരാ നിശ്ചയിച്ചാല് അപ്പഴാ കാരണക്കാരനാവും. അത് ശരിയാ, കാരണക്കാരനായപ്പോഴാ ഞാൻ ജോലിക്കാരാക്കി വെച്ചു. ഞാൻ വൈകുന്നേരം വന്നപ്പോ എന്റെ മേശയിൽ പണം കാണാനില്ല. അപ്പൊ ആരാ കാരണക്കാരൻ? കളനെ നിങ്ങളെന്നെ കാരണക്കാരന്. അത് തർക്കമില്ല, ഒരു സംശയമില്ല. അപ്പൊ ഏർപ്പാടാക്കിയത് പറഞ്ഞ അതാണ്, സഹായിക്കാൻ ഏർപ്പാടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ വാചകം അത് സൂക്ഷ്മമായി പ്രയോഗിച്ച് തന്നെയാണ്. അപ്പൊ കാരണക്കാരനാകലും കാര്യകാരണത്തിന് അകത്താകലും രണ്ടും രണ്ടാണ്. കാരണക്കാരനാകലും കാര്യകാരണ ബന്ധത്തിനകത്താകലും രണ്ടും രണ്ടാ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് സബബ് തിരിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് കാര്യകാരണം തിരിഞ്ഞിട്ടില്ല. ഏതോ എവിടുന്നോ ഏതോ അത്തിക്കാട്ടെന്ന് ഒരു സബബ് പറഞ്ഞപ്പോ ആ സബബം പിടിച്ചിട്ട് ഇത് വലിയ കിട്ടലാന്ന് വിചാരിച്ചിട്ട് മുജാഹിദീങ്ങളെ പഴിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ച് ഇറങ്ങിയല്ലേ, നടക്കൂല സുല്ലമി എന്നാ സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഏതായാലും ഇപ്പോ ഞാൻ വായിച്ചെന്ത്, യാഇബാദുള്ളയിൽ സലാം സലമിന്റെ വാദം വായിച്ചു, മനുഷ്യനാണ്. അപ്പൊ മൂപ്പൻ എന്താ പറഞ്ഞത്? ഹേയ്, സലാം സലമി അല്ലല്ലോ മനുഷ്യൻ എന്ന് പറഞ്ഞത്, ജബ്ബാർ മൗലിയും പറഞ്ഞിട്ടില്ലേ? നേരത്തെ മൂപ്പര് പറഞ്ഞതോ ജബ്ബാർ മൗലി യാഇബാദ് ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എവിടെ പൊളിഞ്ഞത്? ജബ്ബാർ മൗലവി യാഴിബാദ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. നേരത്തെ പറഞ്ഞു, ഇപ്പൊ പറയാ ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ട് യാഴിബാദ മനുഷ്യനാണ്. എന്താ സുല്ലമി മടവൂരുക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തൗഹീദിലേക്ക് വരി, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരി, അബ്ദുസ്സലാം സുല്ലമിന്റെ വാദം ഒഴിവാക്കിയിട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് വരി. അപ്പോഴാണ് തൗഹീദ് മനസ്സിലാകുക. എന്നിട്ട് ഞാൻ ആയത്തോതി മൂപ്പർക്ക് അങ്ങനെ അർത്ഥമില്ല എന്ന് പറയാൻ വയ്യ. പിന്നെ ആകെ വായിക്കാൻ വേണ്ടി മലയാളമാണല്ലോ, അതുകൊണ്ട് അമാനി പരിഭാഷ എടുത്തു. എന്താ വായിച്ചത് എന്താ? അദൃശ്യശക്തികളും ദിവ്യത്വവും ആർക്ക്? ജിന്നുകൾക്ക്. അവരിൽ അദൃശ്യശക്തികളും ദിവ്യത്വവും കൽപ്പിച്ചുകൊണ്ട് അവരെ അനുസരിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ അന്യോന്യം ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞ സാരം മനസ്സിലായല്ലോ. അദൃശ്യശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അവർക്ക് വഴിപ്പെട്ടോ എങ്കിൽ അതാണ് ശിർക്ക്.
അതാണ് ശിർക്ക്. ദിവ്യത്വം കൽപ്പിക്കുന്നില്ലെങ്കിലോ അത് ശക്തി എന്ന് കണ്ട് വിശ്വസിക്കുന്നില്ലെങ്കിലോ ആ വക യാതൊരു വിശ്വാസം ഇല്ലെങ്കിലോ അമാനിമൊഴി ശിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. ഇനി മാത്രമല്ല ഇസ്തിംതാഅ് മാത്രമാണോ നിങ്ങൾക്കാകെ അമാനി പരിഭാഷ അറിയുള്ളതായിരിക്കാം. പക്ഷേ ആ ഇസ്തിംതാഅ് എന്തെല്ലാം ഉണ്ട് ഈ അമാനിമൊഴിയുടെ പരിഭാഷയിൽ നിന്ന് വായിച്ച അതേ ആശയം തന്നെ വിശദീകരിച്ച ഖുർആൻ വ്യാഖ്യാതാക്കള് മഹാന്മാരായ മുഫസ്സിറുകള് ആ മുഫസ്സിറുകൾ ഇസ്തിംതാഅ് എന്തെല്ലാം പറഞ്ഞു മൂപ്പരാകെ വായിച്ചു പഠിച്ചത് ഒരു അമാനി പരിഭാഷ അതെന്നെ മര്യാദക്കൊട്ട് വായിക്കാൻ പഠിച്ചിട്ടില്ല. എന്താ മുൻഗാമികൾ പറഞ്ഞത്? ഇമാം ഖുർത്തുബിയുടെ തഫ്സീറാ വായിക്കുന്നത്. നീ ഏതാണെന്ന് അറിയാവേണ്ട. ഖുർത്തുബി പറയുന്നു ഏതൊക്കെയാണ് ഈ ഇസ്തിംതാഅ്. ഈ പറഞ്ഞ അമാനി മൊഴി പറഞ്ഞ ആ വ്യാഖ്യാനം അദ്ദേഹം കൊടുത്തു. ശേഷം പറയുന്നു അത് മാത്രമല്ല ഇസ്തിംതാഅ്. പിന്നെന്താ ഇസ്തിംതാഅ്? വതലദ്ദുൽ ഇൻസി ബിഖബൂലിഹിം മിനൽ ജിന്നി ഹത്താ സനൗ വശരിബുൽ ഖുമൂറ ബിഇഗ്വാഇൽ ജിന്നി ഇയ്യാഹും. ജിന്നുകളുടെ പ്രേരണയ്ക്ക് വഴങ്ങി മനുഷ്യന്മാർ മദ്യപിക്കുന്നു, അത് ഇസ്തിംതാഅ് ആണ്. ജിന്നിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി മനുഷ്യന്മാർ വ്യഭിചരിക്കുന്നു, അത് ഇസ്തിംതാഅ് ആണ്. ജിന്നിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി സിഹറും കഹാനത്തുമായി പോകുന്നു, അതും ഇസ്തിംതാഅ് ആണ്. അപ്പോൾ ഇസ്തിംതാഅ് പല രൂപത്തിലുണ്ട്. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു ഈ ഇസ്തിംതാഅ് വിശദീകരിച്ചപ്പോൾ ഏത് സ്വഹാബി പറഞ്ഞുവെന്നല്ലേ പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. അഹ്ലുൽ ഈമാനിനെ കുറിച്ചാണ് ഈ പറഞ്ഞ ഇസ്തിസ്നാഅ്. ഈമാനുള്ള മനുഷ്യന്മാരെ കുറിച്ചാണ്, മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് ഈ ഇസ്തിസ്നാഅ് എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. ഇല്ല എന്നാണോ? തഫ്സീർ വായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ തരാം, വായിക്കണം, പക്ഷെ തിരിച്ചു തരണം എന്നേ ഉള്ളൂ. അപ്പൊ ഏതായിരുന്നാലും ശരി അമാനി മൊഴി പറഞ്ഞത് ഞാൻ പറഞ്ഞ വാക്ക് തന്നെ. ഇനി അടുത്ത ചോദ്യം എന്താ? യാ ഇബാദല്ലാഹ് എന്ന കോഡ് ഉപയോഗിച്ചിട്ട് ഹദീസ് പ്രകാരം ചെയ്താൽ വസിയത്ത് ശിർക്ക് ഹറാമാണ് എന്ന് മുൻഗാമികൾ പറഞ്ഞു. ഇല്ല, ഒരാളും പറഞ്ഞിട്ടില്ല. അത് വസിയത്ത് ശിർക്കാണ്, നമ്മളും പറഞ്ഞിട്ടില്ല. പിന്നെ സക്കരിയ സ്വലാഹിക്ക് പറയേണ്ടി വന്നു. എപ്പോൾ? ഈ യാ ഇബാദല്ലയും ഈ ഇസ്തിആനത്തും നിങ്ങൾ കൂട്ടിക്കുഴച്ചു. യാ ഇബാദല്ലയും ഇസ്തിആനത്തും കൂട്ടിക്കുഴച്ചു. എന്നിട്ട് ജിന്നിനോട് തേടാമെന്നാ ഇപ്പൊ പറയുന്നത്. ഈ ഹദീസിന് തത്വമുണ്ടാക്കിയതാ പ്രശ്നം. ഇപ്പതല്ലേ പറയുന്നത് ഹദീസല്ല പ്രശ്നം, പക്ഷെ ഹദീസിന് തത്വമുണ്ടാക്കി അതാ കുഴപ്പമെന്നാ. അങ്ങനെ ആളുകൾക്കിടയിൽ ദുർന്യായം പറഞ്ഞ് അവര് ആളുകൾക്കിടയിൽ കുപ്രചാരം നടത്തിയപ്പോൾ അത് ശരിയല്ലെന്ന് പഠിപ്പിക്കാൻ അവിടെയാണ് വസീല പറഞ്ഞത്. മഞ്ചേരി പരിപാടിയിൽ സക്കരിയ സ്വലാഹി വസീല പറഞ്ഞിട്ടുണ്ട്, ഹറാമും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹദീസ് പ്രകാരം അമൽ ചെയ്താലോ? ഹദീസ് പ്രകാരം അമൽ ചെയ്യണമെങ്കിൽ ഹദീസ് സ്വഹീഹാവണം. ഈ ഹദീസ് നബിതങ്ങളിൽ നിന്ന് സ്വഹീഹായി സ്വീകാര്യയോഗ്യമായി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ലഈഫ് ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല എന്ന് കായക്കൊടിയും ഞാനും തയ്യാറാക്കിയ പ്രബന്ധത്തിലുണ്ട്. അത് പറ്റുമെങ്കിൽ സ്വസ്ഥമായി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ അതിലും തർക്കമില്ല. ആ നാലാമത്തെ ചോദ്യവും ഇതാ ഉത്തരം. മൂന്നാമത്തെ ചോദ്യവും ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എല്ലാത്തിനും ഉത്തരമുണ്ട്. എന്താ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ ചോദിക്ക്. ഈ രണ്ട് ചോദ്യം ബാക്കിയില്ലേ? നിങ്ങൾ ചോദിച്ചു കിട്ടാൻ കാത്തിക്കാൻ ഞങ്ങൾ പറയാണ്. അപ്പൊ ഏതായാലും മദ്യപാനം വരെ ഇസ്തിംതാഅ് പറഞ്ഞു, വ്യഭിചാരം വരെ ഇസ്തിംതാഅ് പറഞ്ഞു. അത് ശിർക്കാണോ? നിങ്ങൾ പറയോ മദ്യപിച്ചാലും ശിർക്ക്, വ്യഭിചരിച്ചാലും ശിർക്ക് എന്ന് നിങ്ങൾ പറയോ? സുല്ലമി പറഞ്ഞൂടെ? ഇല്ല. ഏതായാലും ഹംസബാക്കയും കായക്കൂടെ അടുത്തുള്ളതുകൊണ്ട് അത് പറയാൻ സമ്മതിക്കില്ല, നമുക്കറിയാം. അപ്പൊ ഇസ്തിംതാഅ് പല സൈസ് ഉണ്ട്. അതാണ് റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ. ആ ആയത്തിലൂടെ നിങ്ങളെ സവവാദം പൊളിഞ്ഞു. ആ ആയത്തിലൂടെ ഇസ്തിംതാഅ് ഉണ്ട് എന്ന് കിട്ടി. അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. അപ്പോഴല്ലേ ഇസ്തിംതാഅ്. കായക്കൂടെ ചോദിച്ചാൽ മതി എന്താ കായക്കൂടെ ഇസ്തംതഅ എന്ന ആ ഒരു ബാബ എങ്ങനെ അർത്ഥം വെക്കുക അവിടെ ചോദിച്ചാൽ മതി. അപ്പൊ കിട്ടും. അങ്ങോട്ടുമുണ്ട് ഇങ്ങോട്ടുമുണ്ട്. അങ്ങോട്ടുള്ള എല്ലാം ശിർക്ക്, ഇങ്ങോട്ടുള്ള എല്ലാം ശിർക്ക് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഇല്ല. അപ്പൊ ഇസ്തിംതാഅ് പലതരമുണ്ട്. ആ ഇസ്തിംതാഇന്റെ ഒരു വകുപ്പാണ് ഇസ്തിആനത്തും. ആ ഇസ്തിആനത്തിലും ഇത്തരമുണ്ട്. മാത്രവുമല്ല ഈ ഇസ്തിംതാഇന്റെ അസ്ൽ തന്നെ ഹറാമാണ്. ഇസ്തിംതാഇന്റെ അസ്ൽ ശിർക്കല്ല, ഇസ്തിംതാഇന്റെ അസ്ൽ ഹറാമാണ് എന്നല്ലേ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അപ്പൊ ഏതായിരുന്നാലും ശരി ഈ ഒരു ചോദ്യങ്ങള് നിങ്ങൾ കൊണ്ടുവന്ന ചോദ്യങ്ങള് അത് വളരെ കൃത്യമായി ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നുണ പറഞ്ഞിട്ട് തെളിഞ്ഞ് വിചാരിക്കണ്ട. ആയത്ത് ഇങ്ങനെ ഓതി പറഞ്ഞ സമാധാനത്തിൽ നല്ലതാ. പക്ഷെ ആയത്ത് ഓതിയാ പോരാ. നിങ്ങൾ ഇയ്യാക്കാനബ് ഓതിയല്ലോ, ഇൻഷാ അല്ലാഹ് എന്റെ ചോദ്യ സമയത്ത് ഞാൻ ചോദിച്ചരാ. നിങ്ങളെ ഇയ്യാക്കാനബ് ഓതിയ കോല ഞാൻ പിടിച്ചരാ. നിങ്ങൾ എങ്ങനെ ഓതിയത്, എന്തർത്ഥം വെച്ചത് എന്റെ സമയത്ത് ഞാൻ ചോദിക്കും. പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ തയ്യാറായിക്കോളി. അപ്പൊ അതുകൊണ്ട് ആയത്താണ് ഓതി രക്ഷപ്പെടാൻ വിചാരിക്കണ്ട. ഇയ്യാക്കാനബ് മാത്രം മതി ശിർക്കും വസീലയും തെളിയാൻ. രണ്ടും പഠിപ്പിക്കാൻ ആ ഒരൊറ്റ ആയത്ത് മതി. അല്ലാഹ്ക്ക് മാത്രം പോകേണ്ടത് ഏതാണോ അതല്ലാത്തിലേക്ക് പോയാൽ ശിർക്ക് തന്നെയാണ്. അല്ലാത്ത പോയാലോ
ജായിസായതുണ്ടാകും, ഹലാലുണ്ടാകും, ഹറാമുണ്ടാവും, പല സൈസ് ഉണ്ടാവും. അത് ആരോട്, എന്തിന്, എപ്പോൾ, എങ്ങനെ, എവിടുന്ന് ചോദിക്കുന്നു എന്ന മാനദണ്ഡം അനുസരിച്ച് പല കോലത്തിൽ വരും. അല്ലാതെ മൂപ്പര് ചോദിച്ചത് ആവനൂന്ന് കണ്ടപ്പോ ആരോട് എന്തും ചോദിക്കാതെ ഇല്ല സുല്ലമി, അങ്ങനെ ചോദിക്കാൻ പറ്റൂല. അതിനും വകുപ്പുണ്ട്. മനുഷ്യനാണ് വിചാരിച്ചിട്ട് എന്തും ചോദിക്കാൻ പറ്റൂല, അതിനും നിയമമുണ്ട്. അപ്പൊ ഏതായിരുന്നാലും 3 ചോദ്യമാണ് ചോദിച്ചത്. 3 മണിമണിയായി മറുപടി പറഞ്ഞിരിക്കുന്നു. സ്വഹാബിയെ ചോദിച്ചു, സ്വഹാബിയെ പറഞ്ഞു. മുഫസ്സിറിനെ ചോദിച്ചു, മുഫസ്സിറിനെ പറഞ്ഞു. അതുകൊണ്ട് ഇനി മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട, വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയെങ്കിലും മുസ്ലിമീങ്ങളിലേക്ക് ഇറങ്ങിയിട്ട്, മുജാഹിദീങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ഈ സബബ് 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 എന്നും പറഞ്ഞിട്ട് വെറുതെ ഒരു ഇടങ്ങാറുണ്ടാക്കരുത് എന്നാണ് എനിക്കുള്ള ഉപദേശം. കുറെ മാസങ്ങളായി നിങ്ങൾ രംഗത്തിറങ്ങിയിട്ട് ഇത്രയും കാലം തൗഹീദ് പറയാൻ നിങ്ങൾ ഞങ്ങളാരും കണ്ടിട്ടില്ല. ഇത്രയും കാലം ഖുറാഫാത്ത് സംസാരിക്കാൻ നിങ്ങളാരെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത്രയും കാലം മടവൂരികൾക്കെതിരെ പ്രസംഗിക്കാൻ ഞങ്ങൾ കണ്ടിട്ടില്ല. പോകുന്നതിന് ശേഷവും ഞങ്ങൾ അധികമൊന്നും നിങ്ങളെ കണ്ടിട്ടില്ല. എവിടെയെങ്കിലും ഒന്നും ഉണ്ടാവില്ല എന്നല്ല, ഞാൻ അതും പറയാൻ നിൽക്കണ്ട. അപ്പൊ ഏതായിരുന്നാലും ദഅവത്ത് മേഖലയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നിട്ട് പറയുന്നു ഈ ദാഴിമാരെല്ലാം ശിർക്കിലാണ്, ഈ ദാഴിമാരെല്ലാം ജിന്നൂരികളാണ് എന്നിട്ട് പറയുന്നു അള്ളാന്റെ പള്ളിയിൽ ക്ലിപ്പിട്ട് പറയുന്നു. ഞാൻ ഈ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമെന്ന് നിന്നാ മതി, അല്ലാത്ത പോയിക്കോളീന. മൂപ്പരകത്തുണ്ടെങ്കിലേ ഇത് പറയാനുള്ള അവകാശം. KNM മെമ്പർഷിപ്പ് ഉണ്ടോ, KJ മെമ്പർഷിപ്പ് ഉണ്ടോ എന്നിട്ട് പറയാം ഞങ്ങളോടൊക്കെ ഇങ്ങൊക്കെ പോണം. ഞാൻ പറഞ്ഞ് സ്വീകരിക്കോ എന്നാ മദീന. അതുകൊണ്ട് ആ വക തോന്നലുകൾ, ആ വക ധാരണകൾ ന്യായമല്ല സുല്ലമി. അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്നുകിൽ തുറന്ന് പറയാ ഞാൻ മടവൂര് തന്നെയാണ്, ഉള്ളു മാറിയിട്ടില്ല, കസേരയെ മാറിയിട്ടുള്ളൂ. അതല്ലെങ്കിൽ ആത്മാർത്ഥമായി പോരാൻ തയ്യാറാവുക. അല്ലാതെ ഈ ചാരപ്പണിയുമായി മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് വന്നിട്ട് ഇവിടെ വന്ന് ഈ മുജാഹിദീങ്ങളെ മുഴുവൻ ശിർക്കാരോപിക്കാൻ, തൗഹീദിനെ ആളുകൾ മുഴുവൻ മുസ്ലിക്കാക്കി മാറ്റാൻ, അവരോടുള്ള ബന്ധങ്ങൾ മുറിക്കാൻ, ഈ സാധുക്കളായ സാധാരണക്കാരായ പ്രവർത്തകന്മാരെ പ്രേരിപ്പിക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ ഇറങ്ങരുത് എന്നാണ് താങ്കളോട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തൗഹീദ് നിങ്ങൾ പഠിക്കി, എന്താ സബബ് നിങ്ങൾ പഠിക്കി, എന്താ കാര്യകാരബന്ധം പഠിക്കി, എന്താ ഭൗതികം അത് പഠിക്കി, എന്താ അഭൗതികം അത് പഠിക്കി. അല്ലാതെ എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ച് അവസാനം ഞാൻ ആസസുല്യമ അഭൗതികമാകുന്നപ്പോൾ എന്റെ ബേജാറ്. ഇനി വല്ലാണ്ട് മുമ്പിൽ ഹാൻഡറാകാൻ സാധ്യതയില്ല, ഇനി ഓയിബാവും ചിലപ്പോൾ അദ്ദേഹം. അതുകൊണ്ട് നിങ്ങൾ തൗഹീദ് പഠിച്ചിട്ട് ആ പഴയ സുല്ലമിയുടെ വാദം അത് വിട്ടിട്ട് നിങ്ങൾ വരൂ. അതുകൊണ്ട് സബബ് എന്താ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഏർപ്പാടാക്കി എവിടെ കണ്ടപ്പാ അതെന്നെ സബബ്, ഇനി വേറെന്തേം കണ്ട അതെന്നെ സബബ്, അത് എളുപ്പമുണ്ട് സുല്ലമി. അതുകൊണ്ട് പ്രമാണം മുതലിച്ച് നിങ്ങൾ വിഷയം ക്ലിയറാക്കണം. മുസ്ലിയാർ ഇപ്പൊ സംവാദം ജിന്നിനോടുള്ള സഹായത്തേട്ടല്ല, ഞാനും അടവൂരിയാണോ ചാരനാണോ എന്നൊക്കെയാണ്. അദ്ദേഹത്തിന് നല്ല അനുഭവമുണ്ട്. കാരണം ഖുറാഫാത്ത് നിന്ന് എല്ലാ വിശ്വാസവും അതേപോലെ പേറി ഈ പ്രസ്ഥാനത്തിൽ ആ അന്ധവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി വന്ന ഒരു കുബൂരി ചാരനായി അദ്ദേഹം നടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് ഇപ്പോഴത്തെ ഈ സംവാദ വിഷയം എന്ന് പോലും മറന്നിട്ടുണ്ട്. എന്നിട്ടോ കുർത്തുബി വായിച്ചു. മുസ്ലിയാരെ കുർത്തുബി വായിച്ചിൽ എവിടെയെങ്കിലും പറഞ്ഞത് ജിന്നിനോടുള്ള സഹായത്തേട്ടം അത് വസീലത്ത് ശിർക്കാണ് എന്ന് എവിടെയാണ് കുർത്തുബിയിൽ പറഞ്ഞത്? ഇവിടെ ഞങ്ങളുടെ ചോദ്യം എന്താ? നിങ്ങൾ ഓതി ആയത്ത് റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്ന ആയത്തിന് ബാക്കി വായിച്ചു നോക്ക്. വബലഗനാ അജലന അല്ലദീ അജ്ജൽത ലനാ ഖാല അന്നാറു മസ്വാകും ഖാലിദീന ഫീഹാ. നരകത്തിൽ നിത്യവാസികളായി കഴിയുന്ന അവരുടെ സങ്കേതത്തെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ അവർക്ക്